എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തട്ടുകട സ്റ്റൈൽ ഉള്ളിവട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 4 സബോളയാണ്. ഇടത്തരം സബോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സബോളയൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ കട്ടിയായ ഭാഗമൊക്കെ ഒന്ന് അരിഞ്ഞ് കളയാം. അതിന് ശേഷം നമുക്ക് കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. സബോള അരിയുമ്പോൾ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ തട്ടുകടയിലെ ഉള്ളിവടയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, സബോളയൊക്കെ അങ്ങ് നീളത്തിൽ അരിഞ്ഞ് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതേ രീതിക്ക് വേണം ഇതും നമുക്ക് അരിഞ്ഞെടുക്കുവാനായിട്ട്. ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര സബോള എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഈ സബോളയുടെ നീരൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ സബോളയുടെ നീര് കൊണ്ട് തന്നെയാണ് പൊടികൾ കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഞെരടിയെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഞെരടിയെടുത്തിട്ടുണ്ട്. സബോള പിഴിയുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് വെള്ളം കിട്ടുന്ന രീതിയിൽ വേണം ഞെരടിയെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് ഞെരടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില തണ്ടിൽ നിന്ന് ഇല മാത്രം ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം ചെറുതായി മുറിച്ച് വേണം ഇട്ട് കൊടുക്കുവാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് കൂടുന്നത്. ഇത് മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അളവ് പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കപ്പ് എടുക്കുന്നുണ്ട്. ഈ കപ്പിന് ഞാനൊരു 1.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അര കപ്പ് കൂടി നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ പെരുംജീരകമാണ്. പിന്നെ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സബോളയുടെ നീര് കൊണ്ട് തന്നെ വേണം ഈ പൊടികളൊക്കെ കുഴച്ചെടുക്കുവാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെള്ളമയമൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതേ പരുവത്തിൽ മതി. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് മാവ് കുഴച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുവാനായി. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ എണ്ണ ചൂടാക്കാൻ വച്ചിരിക്കുന്നത്. ഈ സമയം നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് വേണം ബോൾ പോലെ ഇത് ഉരുട്ടിയെടുക്കുവാനായിട്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കുവാൻ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേഗത്തുമില്ല. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഇതെല്ലാം കൂടെ ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി മൂന്നാമത്തത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ വെന്തെടുക്കണം. ആദ്യം നമ്മൾ ഇട്ടതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓർക്കുക, ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നിറം മാറി കരിഞ്ഞു പോകും. ഇതിൻ്റെ അകവശമൊന്നും വെന്തും കിട്ടത്തില്ല. ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് വെന്തെടുക്കുവാനായിട്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഞാനൊരു വലപാത്രത്തിലേക്ക് ഇത് കോരി മാറ്റുന്നുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. ഇതേ പരുവത്തിലായാൽ മതി. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇതും ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വെന്തെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്.
ഇത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തട്ടുകടയിലൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കണമെന്ന് തോന്നും. നമുക്കിതെന്തുകൊണ്ട് വീട്ടിലുണ്ടാക്കിക്കൂടാ? വളരെ എളുപ്പമാണ്, വളരെ ഈസിയായി തന്നെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ നമുക്ക് കോരിയെടുക്കാൻ പരുവമായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഉള്ളിവട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് നമുക്ക് കോരി മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മാവ് കുഴച്ച് വന്ന സമയത്ത് ഒരല്പം മാവ് മിച്ചമുണ്ടായിരുന്നു. അതൊരു ചെറിയ ഉള്ളിവടയ്ക്കുള്ള ഒരു മാവ്, കുറച്ച് മാവുണ്ടായിരുന്നു. അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ തന്നെ നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണിത്. നമ്മുടെ ഉള്ളിവടയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടോ? ഇത് നമ്മൾ റെഡ് ചില്ലി പൗഡറൊക്കെ ചേർത്തത് കാരണം നല്ലൊരു കളറും ഉണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള എരിവുമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തട്ടുകട സ്റ്റൈൽ ഉള്ളിവട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ കണ്ടോ? കടലമാവ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.